നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടിച്ച് 2 മരണം. ഗുജറാത്തിലെ ദ്വാരക ലിംഡി റോഡിലാണ് സംഭവം. കുടുംബത്തോടെ സ്വദേശമായ രഞ്ജിത് പാറയിലേക്ക് പോകുന്നതിനിടെ ഷോർട്ട് സർക്യൂട്ട് മൂലം കാറിന് തീ പിടിച്ചതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തീ വാഹനത്തിനുള്ളിൽ അതിവേഗം പടർന്നതോടെ ലോക്കിംഗ് സംവിധാനം തകരാറിലായി. കാറിന്റെ ഡോർ അടയുകയും അച്ഛൻ വല്ലഭായ് സുവയും മകൾ ഹീരാൾ ബെൻ സുവയും അകത്ത് കുടുങ്ങുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന വല്ലഭായുടെ ഭാര്യ സദീബൻ സുവ തക്ക സമയത്ത് രക്ഷപ്പെട്ടതായും പരിക്കുകളോടെ രക്ഷപ്പെട്ടതായും അധികൃതർ അറിയിച്ചു. വിവരമറിഞ്ഞ് പോലീസ് സംഭവസ്ഥലത്തെത്തി. സദീബൻ സുവയെ ചികിത്സയ്ക്കായി ഗംഭാലിയ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. തീ വാഹനത്തിനുള്ളിൽ അതിവേഗം പടർന്നതോടെയാണ് കാറിനുള്ളിലെ ലോക്കിംഗ് സംവിധാനം തകരാറിലായത്. ഇതുകൊണ്ടാണ് അച്ഛനും മകൾക്കും പുറത്തേക്ക് രക്ഷപ്പെടാൻ സാധിക്കാതിരുന്നത്. അപ്പോഴേക്കും തീ ശരീരത്തിലേക്കും ആളിപ്പടർന്നിരുന്നു. സദീബൻ സുവയെ ഏതായാലും വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാറുകൾക്ക് തീപിടിച്ച് മരണങ്ങൾ സംഭവിക്കുന്നത് ഇപ്പോൾ അധികമാവുകയാണ്. പലപ്പോഴും വാഹനത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറുകളാകും ഇത്തരത്തിലെ അപകടത്തിലേക്ക് നയിക്കാറുള്ളത്. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലും ഒരു ഗർഭിണി കാറിനുള്ളിൽ വെന്ത് മരിച്ച സംഭവം ഏറെ നടുക്കത്തോടെയാണ് നമ്മൾ കണ്ടത്. ആദ്യം ഇതൊരു അപകട മരണമാണ് എന്നെല്ലാവരും വിചാരിച്ചെങ്കിലും പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കാറിൽ യാതൊരു തരത്തിലുള്ള സാങ്കേതിക തകരാറുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഈ കാറിന് തീ പിടിച്ചു, അതും പുറകിൽ മാത്രം തീ പിടിച്ചു എന്നുള്ള ദുരൂഹത ഉണർത്തുന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴാണ് അതൊരു കൊലപാതക ശ്രമമാണ് എന്നുള്ള കൂടുതൽ നടുക്കുന്ന തെളിവുകൾ സഹിതമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഈ മരിച്ചിട്ടുള്ള സോന എന്ന 24-കാരിയെ കാറിനുള്ളിലിട്ട് പെട്രോൾ ഒഴിച്ച് ജീവനോടെ കത്തിച്ചതാണെന്ന ഗുരുതര ആരോപണം തന്നെയാണ് ഇപ്പോൾ യുവതിയുടെ കുടുംബം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. അപകടത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ടെന്നും സ്ഫോടനം മനുഷ്യനിർമ്മിതമാണെന്നും 100% ഉറപ്പാണെന്നും സോനയുടെ അമ്മാവനും കുടുംബാംഗങ്ങളും മാധ്യമങ്ങളോട് തുറന്നടിച്ചിരുന്നു. കാറിനുള്ളിൽ പെട്രോളിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതായും ഒരു സ്ത്രീ പെട്രോൾ വാങ്ങിയതിന് തെളിവുകളുണ്ടെന്നുമാണ് പുറത്തുവരുന്ന സൂചനകൾ. സോനയും ഭർത്താവ് രജിൻലാലും തമ്മിൽ ദീർഘനാളായി കടുത്ത കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായും ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും കുടുംബം ആരോപിക്കുന്നു. സോന പെട്രോൾ വാങ്ങിയതെന്ന സംശയവുമുണ്ട്. സോന കാറിനുള്ളിൽ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല. വാഹനത്തിന് യാതൊരുവിധ യാന്ത്രിക തകരാറുകളും ഇല്ലായിരുന്നുവെന്നും വ്യക്തമാക്കുന്ന ഫോറൻസിക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തലുകൾ കുടുംബത്തിന്റെ സംശയങ്ങൾക്ക് അടിവരയിടുന്നതാണ്. കാറിന്റെ മുൻഭാഗത്തോ എഞ്ചിൻ ഘടിപ്പിച്ച ഭാഗത്തോ പുറകുവശത്തോ യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ ഉറപ്പായിട്ടുണ്ട്. കാറിനുള്ളിലെ വയറിങ്ങുകൾക്കോ ഇന്ധന ടാങ്കിനോ യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ലെന്നും വിദഗ്ധർ സ്ഥിരീകരിച്ചു. തീപിടുത്തമുണ്ടായത് കാറിന്റെ ഉൾവശത്ത് സോന ഇരുന്നിരുന്ന സീറ്റിന്റെ ഭാഗത്ത് നിന്നാണ്. പെട്രോൾ പോലുള്ള തീപിടിക്കുന്ന ഇന്ധനം കാറിനുള്ളിൽ ഒഴിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു സ്ഫോടനവും തീപിടുത്തവും ഉണ്ടാകാൻ സാധ്യതയെന്നാണ് ഫോറൻസിക് വിദഗ്ധരുടെയും പ്രാഥമിക നിഗമനം. ഏതായാലും ചികിത്സയിൽ കഴിയുന്ന രജിൻലാലിന്റെ പൂർണ്ണമായിട്ടുള്ള മൊഴി ഇതുവരെ രേഖപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. ഏകദേശം 65% ഇയാൾക്ക് പൊള്ളലേറ്റ് ഇയാൾ ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രജിൻലാലിന്റെ പുറകു വശത്താണ് ഏറ്റവും കൂടുതൽ പൊള്ളലേറ്റിരിക്കുന്നതെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും കാറിൽ സഞ്ചരിക്കുന്നവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാറിന്റെ പരിശോധനയൊക്കെ തന്നെ നടത്തേണ്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കാറിൽ തീ പിടിച്ചുള്ള അപകട മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.